പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് 145 സങ്കീർത്തനം, അതിൻ്റെ 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. ആ വചനം ഇപ്രകാരമാണ്: കർത്താവ് കൃപാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവ്വസൃഷ്ടികളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങേ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളും അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വപൂർണമായ പ്രതാപവും മനുഷ്യമക്കളെ അവരറിയിക്കും. അവിടുത്തെ രാജ്യത്വം ശാശ്വതമാണ്. അവിടുത്തെ ആധിപത്യം തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ്. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. കർത്താവ് കൃപാലുവാണ്, കാരുണ്യവാനാണ്, വിശ്വസ്തനാണ്. നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുവാൻ കഴിവുള്ളവനായ കർത്താവ്. നമുക്ക് നമ്മുടെ കർത്താവിനെ ഹൃദയപൂർവ്വം ആരാധിക്കുകയും വണങ്ങുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമ്മുടെ ദൈവത്തിൻ്റെ ശക്തമായ കരം നമ്മളുടെ മേൽ എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ഉറപ്പിൽ നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തന്ന ഈ വചനത്തെ നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കുകയും ആ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, എന്നോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരെയും യേശുപ്പച്ചൻ്റെ കരങ്ങളിൽ ഞാൻ താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവ് ചെയ്ത മഹനീയമായ അത്ഭുതങ്ങളെയും കർത്താവ് പ്രവർത്തിച്ച കൃപകളെയും എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ യേശുപ്പച്ച എന്നോട് സഹോദരികൾ വിളിച്ചു പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങ് പ്രവർത്തിച്ചുവല്ലോ. അപ്പ പ്രാർത്ഥിച്ചതിന് മറുപടി നൽകിയതിനപ്പന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇനിയും പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരുടേതായ എല്ലാ ആവശ്യങ്ങളെയും കർത്താവെ അങ്ങ് നിറവേറ്റി കൊടുക്കണമേ. അപ്പ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ. ആയതിനാൽ അവരെല്ലാം യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവേ, എല്ലാവരെയും തൊടണമേ. അപ്പ രോഗാവസ്ഥയിൽ ഭാരപ്പെടുന്ന മക്കളെ തൊടണമേ കർത്താവേ. കടബാധ്യതയിൽ ഭാരപ്പെടുന്ന മക്കളെ തൊടണമേ കർത്താവേ. കർത്താവെ, ഭവനമില്ലാതെ അലയുന്ന മക്കളെ തൊടണമേ കർത്താവേ. എൻ്റെ പരിശുദ്ധനായ പിതാവേ, ജോലിയില്ലാതെ മലയുന്ന മക്കളെ തൊടണമേ കർത്താവേ. കർത്താവെ, കുഞ്ഞുമക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടന്നു പോകുന്ന മക്കളെയൊക്കെ അങ്ങ് തൊടണമേ. വിദേശത്തും സ്വദേശത്തുമായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ അങ്ങ് തൊട്ട് അനുഗ്രഹിക്കണമേ. എൻ്റെ പിതാവിൻ്റെ സ്നേഹം എല്ലാ വ്യക്തി ജീവിതങ്ങളോടും ഒപ്പം ഇരിക്കുമാറാകണമേ. ആരെല്ലാം അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നുവോ കർത്താവേ, അതിനെല്ലാം അങ്ങ് മറുപടി കൊടുക്കണമേ. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം അങ്ങ് തൊടണമേ അപ്പച്ച. രോഗത്തിൽ നിന്ന് പൂർണ്ണ സൗഖ്യം കൊടുക്കണമേ എൻ്റെ യേശുവേ. എൻ്റെ പിതാവേ, ഒരു രൂപ പോലും കയ്യിലില്ലാതെ വലയുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ. എൻ്റെ അപ്പൻ ആർക്കും കടക്കാരനല്ലല്ലോ അപ്പ. അതുപോലെ ഓരോ വ്യക്തി ജീവിതങ്ങളും കടവില്ലാത്ത ജീവിതമായി മാറുവാൻ തക്ക വിധം കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. പിതാവേ, വിശേഷാൽ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാവരും ഇപ്പോൾ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സുരക്ഷിതരായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ മക്കളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ മാത്രമേ കഴിവുള്ളൂ. പ്രവൃത്തി എല്ലാം അപ്പൻ്റെ കരങ്ങളിലാണ്. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനും നീതിമാനുമായ സ്വർഗീയ പിതാവ് നിങ്ങളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് ദയാലുവാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. അനുഗ്രഹിച്ച് നിങ്ങളെല്ലാം സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ.